അമേരിക്ക പഴയ അമേരിക്കയല്ല. അമേരിക്കയ്ക്ക് പഴയ പോലെയുള്ളൊരു പവറൊന്നുമില്ല എന്ന് ലോകരാജ്യങ്ങളെല്ലാം അടക്കം പറയുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയെ വിലവയ്ക്കുന്നില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ വിലവയ്ക്കുന്നില്ല, ഇന്ത്യ അമേരിക്കയെ തീരെ വിലവയ്ക്കുന്നില്ല, റഷ്യ അമേരിക്കയെ വിലവയ്ക്കുന്നില്ല, യുക്രൈൻ അമേരിക്കയെ വിലവയ്ക്കുന്നില്ല, എന്തിനു പറയുന്നു, ഇറാൻ പോലും അമേരിക്കയെ വിലവയ്ക്കുന്നില്ല. സ്വന്തം രാജ്യമായിട്ടുള്ള ഇസ്രായേൽ പോലും അമേരിക്ക പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ റഷ്യയിലെ ഗോർബച്ചേവിനെ പോലെ അമേരിക്കയുടെ ഗോർബച്ചേവായി ട്രംപ് മാറുമോ എന്ന ചോദ്യമാണ് പല ഭാഗത്തും ഉയരുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ പ്രയാസകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം US-ന്റെ ദേശീയ കടം $37 ട്രില്യൺ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം 32 ലക്ഷം ബില്യൺ കഴിഞ്ഞു എന്നറിയാൻ സാധിക്കുന്നു. ഇത് സാമ്പത്തിക നയ ലോകത്ത് അലാം മണി മുഴക്കിയിട്ടുണ്ട്. കടത്തിൻ്റെ പലിശ അടയ്ക്കുന്നതിനുള്ള ചെലവ് എല്ലാ വർഷവും ഏകദേശം $1 ട്രില്യൺ എത്തി നിൽക്കുകയാണ്. ഈ നില ഉടൻ തന്നെ ഫെഡറൽ ബഡ്ജറ്റിനെ തളർത്തും. ഇത് സർക്കാരിൻ്റെ ആവശ്യ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചേക്കാം. ജൂൺ 20 കണക്കനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ US ഗവൺമെൻറ്റിന് രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയേക്കാൾ കൂടുതൽ കടമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വലിയ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 2055 ആകുമ്പോഴേക്കും കടം GDP-യുടെ 156% കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് കണക്കാക്കുന്നു. നിലവിൽ $2 ട്രില്യൺ വാർഷിക കമ്മി കടം വർദ്ധിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ചെലവുകളും വരുമാനത്തിലെ മന്ദഗതിയിലുള്ള വളർച്ചയും മൂലമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ ഭീഷണി പലിശ ബില്ലാണ്. ഫെഡറൽ നികുതി വരുമാനത്തിൻ്റെ 4/1 ഇപ്പോൾ കടം തിരിച്ചടയ്ക്കുന്നതിനാണ് ചെലവഴിക്കുന്നത്. ഇതിനകം സാമൂഹിക സുരക്ഷ, മെഡിക്കെയർ, ദേശീയ പ്രതിരോധം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പദ്ധതികൾക്ക് കുറച്ച് പണം മാത്രമേ ശേഷിക്കൂ എന്നതാണ്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഈ പദ്ധതികളെയാണ് പ്രധാനമായും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. $37 ട്രില്യൺ കടം പലതരത്തിലും US-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് US-ന്റെ സാമ്പത്തിക നയങ്ങളെയും ആഗോള ബന്ധങ്ങളെയും ബാധിക്കുന്നു. വ്യാപാര യുദ്ധത്തിൽ ചൈനയ്ക്കെതിരായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വരം മയപ്പെടുത്തുന്നതിന് പിന്നിലെ കാരണവും ഇതാണ് എന്നാണ് പ്രധാനമായും നയതന്ത്ര വിദഗ്ധർ കരുതുന്ന ഒരു സാധനം. ബജറ്റ് വെട്ടിക്കുറവുകൾക്ക് മാത്രമല്ല ഭീഷണി, ഈ കടം വഴി സ്വകാര്യ നിക്ഷേപം കുറയ്ക്കാനും വായ്പ എടുക്കൽ ചെലവുകൾ വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ US വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇസ്രായേൽ US-ന്റെ പൈസ എടുത്ത് യുദ്ധം ചെയ്ത് പൊടിച്ചു കളയുന്നത് എന്നുള്ള വലിയ അമർഷം ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ 4 കൊല്ലം കംപ്ലീറ്റ് ആക്കുമോ പ്രസിഡന്റായിട്ട് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉയർന്നു വരുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ഡൊണാൾഡ് ട്രംപ് അതിനു മുമ്പേ പുറത്താകും, ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.